ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു 9 ഇഞ്ച് വീതി ഇതിനുള്ളൂ. അതുപോലെ ഇതിൻ്റെ താഴ്ച നോക്കുകയാണെങ്കിൽ ഒരു 12 ഇഞ്ച് ആയിട്ടും 9 ഇഞ്ച് മേലെ വീതിയുള്ള ചെറിയ 10 രൂപയ്ക്ക് കിട്ടുന്ന ബാഗാണ്. ഈ ബാഗിൽ ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇല ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ 1, 2, 3, 4, 5 കഴിഞ്ഞാൽ ഇവിടെ 6ാമത്തെ ഇല മുതൽ തുടങ്ങിയാൽ ഇവിടെ 1 ഇവിടെ 2ാമത്തെ കായ്ഫലം വന്നു കേട്ടോ. 2, 3, 4 ഇതൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തതാണ്. 5 ഇല്ല 6 6ാമത്തെ വീണ് പോയതാണ്. ഇവിടെ 7, 8, 9, 10, 11 ഇങ്ങനെ വരുമ്പോൾ 12, 13, 14 ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 15, 16 ഇവിടെ 16 എണ്ണം ഇപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് വിളവെടുത്തിട്ടുണ്ട്. ഇവിടെ തട്ടിയത് മുറിഞ്ഞു പോയതാണ്. 16 എണ്ണം ഇപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഇതിൽ നിന്ന് വിളവെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊക്കെ ഇപ്പം അതുപോലെ പൊട്ടിച്ചെടുത്ത ഇതൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ ഇങ്ങനെയുള്ള ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അങ്ങനെ നമ്മൾ അറുത്തെടുത്തതിൻ്റെ ഇതുകളാണ്, മനസ്സിലായി. ഇതിലൊക്കെ ഇപ്പോൾ കണ്ടില്ല അറുത്തെടുത്ത ആ ഞെട്ടുകൾ എങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയതുണ്ടോ, ഇവിടെ നോക്കാൻ കണ്ടില്ലേ അടുത്തടുത്തിൻ്റെ ഞെട്ടുകൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിൻ്റെ ഞെട്ടുകളാണ്. മഴ ആയതുകൊണ്ട് ചിലതൊക്കെ വീണ് പോയിട്ടുണ്ടാവും. അവിടെ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മേലോട്ട് ഇതിങ്ങനെ പൂവും കായുമായിട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, മനസ്സിലായില്ലേ. നമ്മളിപ്പോൾ ഇതിൻ്റെ സ്ഥിതി നോക്കുകയാണെങ്കിലും കണ്ടോ, ഇപ്പുറത്തെ ചെടി നോക്കുകയാണെങ്കിലും സ്ഥിതി അത് തന്നെ ഉണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ അതിൻ്റെ കായ്ഫലം ഞെട്ടെടുത്തതാണ്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ അടുത്തടുത്ത ഞെട്ടുകളാണ് ഇപ്പോൾ ഇതൊക്കെ, മനസ്സിലായില്ലേ. നല്ല ഈ കാണുന്നത് അങ്ങനെ വരികയാണെങ്കിൽ കണ്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അതുപോലെ ഓരോ എണ്ണത്തിലും ഇങ്ങനെ കീപ്പോട്ട് ഇതിനൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഞെട്ട് കണ്ടില്ല. അപ്പോൾ ഇത് പറഞ്ഞതാണ്. ഇതൊക്കെ ഇവിടുന്നൊക്കെ ഞെട്ട് വീണ് പോയതാണ്. ഇപ്പോൾ ഇവിടുന്നൊക്കെ ഞെട്ട് വീണ് പോയതാണ് മഴക്കാലം ആയതുകൊണ്ടില്ല. അങ്ങനെ കീപ്പോട്ട് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്ന കാണാം, മനസ്സിലായില്ല. അപ്പോൾ കണ്ടില്ലേ ഞെട്ടുകൾ ഇതൊക്കെ ഇപ്പോൾ ഇത്രയും അല്ലാത്ത നമ്മളിങ്ങനെ ഓരോ ചെടികളിൽ നിന്നും ഇങ്ങനെ വിളവെടുത്ത് കൊണ്ടിരിക്കുക, മനസ്സിലായി. ഇപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അല്ലേ. അങ്ങനെ കാഴ്ചകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ ഞെട്ടെടുത്ത്